നിയന്ത്രണം നഷ്ടപ്പെട്ട ടവേര കാർ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലേക്ക് ഇടിച്ചു കയറി 4 പേർക്ക് പരിക്കേറ്റു. വെള്ളിയാഴ്ച രാവിലെ 7 മണിയോടെ പുത്തനത്താണിയിലാണ് അപകടമുണ്ടായത്. ഗുരുവായൂരിൽ നിന്ന് കാസർഗോഡ് ഭാഗത്തേക്ക് പോകുന്ന ടവേര കാറാണ് അപകടം വരുത്തിവെച്ചത്. കലിങ്ങൽ സ്വദേശി ബഷീർ, പൂവഞ്ചിന സ്വദേശി കരീം എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവർ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 4 ഓട്ടോറിക്ഷകൾ പൂർണ്ണമായും അപകടത്തിൽ തകരുകയും ഒരു ഓട്ടോറിക്ഷയ്ക്ക് ചെറിയ തോതിൽ കേടുപാടുകൾ സംഭവിക്കുകയും ഉണ്ടായി. ഗുരുവായൂരിലേക്ക് പുറപ്പെട്ട ടവേര കാർ പുത്തനത്താണിയിൽ വെച്ച് നിയന്ത്രണം നഷ്ടപ്പെടുകയും പെട്ടെന്ന് വാഹനം വെട്ടിക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് ഹൈവേക്ക് സമീപത്തെ ഓട്ടോ സ്റ്റാൻഡിലേക്ക് വാഹനം ഇടിച്ചു കയറുകയുമായിരുന്നു. ഈ സമയം ഓട്ടോറിക്ഷ പാർക്കിംഗ് ഏരിയയിലേക്ക് തള്ളുകയായിരുന്ന ഡ്രൈവർമാർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. 4 ഓട്ടോറിക്ഷകളും ഇടിച്ചു തെറിപ്പിച്ച കാർ ഒരു ഇലക്ട്രിക് പോസ്റ്റും ഇടിച്ചു തകർത്തു. ശേഷം കാർ മറിയുകയായിരുന്നു. ഈ ആക്സിഡന്റ് ഉണ്ടായത് ഭയങ്കര നാടിനെ നടത്തുന്ന ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ഇതിൽ നിന്ന് ഈ ഒരു കോൺവോയ് കണ്ടെത്തുന്നതിന് വേണ്ടി പുത്തനത്താണിയിൽ റൗണ്ട് അബൌട്ട് നിർബന്ധമാണ്. ഇതിൽ ജനങ്ങൾക്കും നാട്ടുകാർക്കും വല്ലാതെ പ്രതിഷേധങ്ങളാണുള്ളത്. ഇത് റൗണ്ട് അബൌട്ട് പുത്തനത്താണി നിർബന്ധമാണെന്ന് മേലധികാരി അറിയിക്കണം. ഇതിൽ നിന്നും വരുന്ന വാഹനങ്ങൾക്ക് ഇത് ഏത് റൂട്ടിലേക്കാണ് പോകുന്നതെന്ന് തിരിയാൻ യാതൊന്നും അറിയുന്നില്ല. ഈ ഡ്രൈവർമാർക്ക് വഴി അറിയാത്ത ഒരു പ്രശ്നങ്ങളും വരുന്നതാണ്. അത് ഈ ഹൈ സ്പീഡിൽ വരുന്ന വാഹനങ്ങൾ ചിലവർ ഉറക്കത്തിൽ പെട്ടു ഈ റൗണ്ട് അബൌട്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഉള്ള ബുദ്ധിമുട്ടുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. പുത്തനത്താണി നാട്ടുകാർ പ്രതിഷേധം അറിയിക്കുകയാണ്. റൗണ്ട് അബൌട്ട് നിർബന്ധമായും പുത്തനത്താണി വരണമെന്ന് നാട്ടുകാർ അറിയിക്കുക. സ്റ്റാൻഡിൽ അന്ന് ഇത് ആരും ഡ്രൈവർമാരും ഇരിക്കാത്ത കാരണത്താണ് വലിയൊരു ദുരന്തത്തിൽ നിന്നും ഈ നാട് രക്ഷപ്പെട്ടത്. അത് നിയമപ്രകാരമാണ് ഓരോ ഓട്ടോറിക്ഷയിൽ ഓരോ ഡ്രൈവർമാർ ഇരിക്കേണ്ടതായിരുന്നു. പക്ഷേ ഡ്രൈവർമാരോ കൂടി ഇന്ന് വേറെ ഭാഗത്തേക്ക് മാറി നിന്നുകൊണ്ടാണ് വലിയൊരു ദുരന്തത്തിൽ നിന്ന് ഈ പുത്തനത്താണിയിലെ ഈ നാട് രക്ഷപ്പെട്ടത്. പരിക്കേറ്റവരെ സഹ ഡ്രൈവർമാരും നാട്ടുകാരും ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ടവേരയിലെ യാത്രക്കാർക്ക് നിസ്സാരമായി പരിക്കേറ്റു. റോഡിന് കുറുകെ കിടന്ന ടവേര ഡ്രൈവർമാരും വ്യാപാരികളും ചേർന്നാണ് പൊക്കി മാറ്റിയത്. കൽപ്പകഞ്ചേരി പോലീസും ഹൈവേ പോലീസും സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു.